ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൽ കറണ്ട് ട്രാൻസ്ഫോമർ നമ്മൾ പഠിച്ചു. ഇനി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. സോ എവിടെയാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പവർ സിസ്റ്റത്തിൽ ഹയർ വോൾട്ടേജസ് ലോവർ വോൾട്ടേജസ് ആക്കി റിഡ്യൂസ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ്സിനെ റീഡ് ചെയ്യാൻ പാകത്തിന് ലെസ് വാല്യൂ ആക്കുക. അതിനാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So it is used in power system to step down the primary current voltages and secondary voltages, primary voltages and secondary voltages from a higher level to a lower secondary potential output voltage level. And how they are connected to the line? They are connected across or parallel to the line. നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആണെങ്കിൽ നേരെ ഡയറക്റ്റായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ബട്ട് ഇവിടെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? കണക്റ്റഡ് അക്രോസ് ഓർ പാരലൽ ടു ദ line which is being measured to record the phase angle errors or ratio error. ഇതിന് രണ്ട് എറേഴ്സ് ഉണ്ടാവും, ഫേസ് ആംഗിൾ എററും റേഷ്യോ എററും. അത് നമ്മൾ പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ദെൻ this potential transformers usually commonly found in electrical metering situation as a measuring instrument and is designed to allow it to monitor single phase shifting voltages and three phase terminal voltages. ഇനി ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. നമുക്കറിയാം ഫ്രം ഹയർ വോൾട്ടേജ് ടു ലോവർ വോൾട്ടേജ്, അത് തന്നെയാണ് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ്. ആൻഡ് ദാറ്റ് ടെർമിനൽസ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ എയ്തർ ഇൻ ലൈൻ ടു ലൈൻ ഓർ ഇൻ ലൈൻ ടു ന്യൂട്രൽ കോൺഫിഗറേഷൻ. ലൈൻ ടു ലൈൻ അല്ലെങ്കിൽ ലൈൻ ടു ന്യൂട്രൽ കോൺഫിഗറേഷൻ ഓഫ് വോൾട്ടേജ് റേഷ്യോയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് വേണ്ട എന്നാൽ പോലും നമുക്കൊരു ഈ ഫ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു മോഡൽസ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് എഫ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫ്യൂസാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്യൂസ് ഉണ്ട്. അപ്പോൾ അത്രയും ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എസെൻഷ്യലി ദർ ആർ ത്രീ വേരിയസ് ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. വൺ ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ടൈപ്പ്, രണ്ടാമത്തേത് കപ്പാസിറ്റർ ടൈപ്പ് ആൻഡ് ഒപ്റ്റിക്കൽ ടൈപ്പ്. അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് ടൈപ്പ്, കപ്പാസിറ്റർ ടൈപ്പ് ആൻഡ് ഒപ്റ്റിക്കൽ ടൈപ്പ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വയർ വൗണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ആണ്. വയർ വൗണ്ട് ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ടൈപ്പ്. കപ്പാസിറ്റർ ടൈപ്പാണ് നമ്മൾ ഹയർ വോൾട്ടേജസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഒപ്റ്റിക്കൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ എക്യുപ്മെൻറ്റ് ആപ്ലിക്കേഷൻസിലാണ്. അതായത് റെസിസ്റ്റൻസും റിയാക്ടൻസും ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഒപ്റ്റിക്കൽ എക്യുപ്മെൻറ്റ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഏത് ടൈപ്പ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും? ഒപ്റ്റിക്കൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ഓക്കെ, സോ ഈ ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സിൽ വോൾട്ടേജ് ഓഫ് ദ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വിൽ ബി കമ്പൈനിങ് ബോത്ത് ബേർഡൻ ആൻഡ് ആക്യുറസി. രണ്ടും നോക്കേണ്ടതുണ്ട്. ബിക്കോസ് ദേ ആർ നോർമലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹൗ മച്ച് ലോഡ് ഹാപ്പനിങ് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ്, അതാണ് ബേർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആ ബേർഡനും ആക്യുറസിയും കുറച്ച് റിലേറ്റഡ് ആണ്. കാരണം ബിക്കോസ് ദേ ആർ നോർമലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. മോസ്റ്റ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് ഹാവ് സ്മോളർ കോർ ആൻഡ് വൈൻഡിങ് കമ്പയർഡ് ടു റെഗുലർ പവർ ട്രാൻസ്ഫോമർ. സ്മോളർ കോർ ആൻഡ് വൈൻഡിങ്സ് ആയിരിക്കും കമ്പയർഡ് ടു റെഗുലർ പവർ ട്രാൻസ്ഫോമേഴ്സ്. ഈ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈ ക്വാളിറ്റി കോർ ഓപ്പറേറ്റിംഗ് അറ്റ് ലോ ഫ്ലെക്സ് ഡെൻസിറ്റി. ആ ലോ ഫ്ലെക്സ് ഡെൻസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി കോർ ആണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സിൽ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ദ മാഗ്നറ്റൈസിങ് കറണ്ട് ഈസ് സ്മോൾ. ഇനി ദ ടെർമിനൽ ഓഫ് ദ ട്രാൻസ്ഫോമർ ഷുഡ് ബി ഡിസൈൻ സോ ദാറ്റ് ദ വേരിയേഷൻ ഓഫ് വോൾട്ടേജ് റേഷ്യോ വിത്ത് ലോഡ് വേരി ചെയ്യാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എത്ര വോൾട്ടേജ് വന്നാലും അല്ലെങ്കിൽ ലോഡിനനുസരിച്ചിട്ട് ഈ ഒരു റേഷ്യോ എത്ര വോൾട്ടേജ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു എഫക്റ്റ് മൾട്ടിപ്ലൈയിങ് റേഷ്യോ, ആ ഒരു റേഷ്യോ വ്യത്യാസം വരാൻ പാടില്ല. സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ലോഡ് എത്ര വേരി ചെയ്താലും ആ ഒരു വേരി ചെയ്യാൻ പാടില്ലാത്ത വോൾട്ടേജ് റേഷ്യോ മാറാൻ പാടില്ലാത്ത രീതിയിലാണ് ദാറ്റ് ഷുഡ് ബി ഡിസൈൻഡ്. ഓക്കെ, and the phase shift between input and output voltage also should be minimum. Phase shift between input and output voltage minimum ആയിരിക്കണം. പ്രൈമറി വൈൻഡിങ്ങിന് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ഹാസ് മച്ച് സ്മോൾ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും. ആസ് ഇൻ ദ കേസ് ഓഫ് എനി വോൾട്ടേജ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനി കൈൻഡ് ഓഫ് ട്രാൻസ്ഫോമർ, വോൾട്ടേജ് റിഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൽ അതുപോലെയാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ.
For reducing the leakage reactant, coaxial winding is used in the potential transformer. ഇപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷണൽ ഫീച്ചറാണ് കോയാക്സിയൽ വൈൻഡിങ് യൂസ് ചെയ്യും. ഒരേ ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വൈൻഡിങ് ചെയ്തിട്ടുണ്ടാവുക. ദ ഇൻസുലേഷൻ കോസ്റ്റ് ഓൾസോ റെഡ്യൂസ്ഡ് ബൈ ഡിവൈഡിങ് ദ പ്രൈമറി വൈൻഡിങ് ഇൻ ടു സെക്ഷൻസ് ബൈ ഡിവൈഡിങ് ദ പ്രൈമറി വൈൻഡിങ് ഇൻ ടു സെക്ഷൻ. ഈ ഒരു ലെയേഴ്സിനിടയ്ക്കുള്ള ഇൻസുലേഷൻ അതിൻ്റെ ആവശ്യം കുറയ്ക്കും. അപ്പോൾ ഇൻസുലേഷൻ കോസ്റ്റ് ഓൾസോ റെഡ്യൂസ്ഡ് ബൈ ഡിവൈഡിങ് ദ പ്രൈമറി വൈൻഡിങ് ഇൻ ടു സെക്ഷൻസ്. കണക്ഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം എക്രോസ് ആയിട്ടാണ് ഈ നമ്മൾ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഇവിടെ VT എന്ന് കാണിച്ചിരിക്കുന്നതാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫോമർ. CT എന്ന് കാണിച്ചിട്ടുണ്ട്, ലൈനിന് നേരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ CT എന്ന് പറയുന്ന കറന്റ് ട്രാൻസ്ഫോമറാണ്. So the potential transformer is connected in parallel with the circuit. The primary winding of the potential transformer are directly connected to power circuit whose voltage is to be measured. ഇതിൻ്റെ secondary terminal, that is the secondary terminal of the potential transformer, they are connected to measuring instrument. വോൾട്ട് മീറ്റർ ആകാം, വാട്ട് മീറ്ററിന് നമുക്കറിയാം പ്രഷർ കോയിലുണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന കോയിലുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. The secondary winding of the potential transformer are magnetically coupled through the magnetic circuit of the primary winding. For secondary winding of the potential transformer, like any other transformer, primary and secondary will be magnetically coupled. Primary will be connected directly parallel to the circuit in which the higher voltage is to be measured, and the secondary is to be connected to ഏതാണ് ആ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ഇൻസ്ട്രുമെൻറ്റിന് വോൾട്ട് മീറ്റർ ആവാം, വാട്ട് മീറ്റർ ആവാം. ഇനി the primary terminal of the transformer is rated for 400 volt to several thousand volt, and the secondary terminal is always rated for 400 volt. The ratio of the primary voltage to the secondary voltage, it is termed as transformation ratio or turn ratio. Primary terminal 400 volt മുതൽ several thousand volt വരെ ആകാം, and the secondary terminal is always rated for 400 volt. Ratio of primary voltage to secondary voltage ആണ് transformation ratio or turn ratio. ഇനി ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. കപ്പാസിറ്റർ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ ഒപ്റ്റിക്കൽ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ വൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പാണ്. അതുപോലെ ഹയർ വോൾട്ടേജിന് യൂസ് ചെയ്യുന്ന ഇത് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഹയർ വോൾട്ടേജിന് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ടൈപ്പ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഈ കൺവെൻഷണൽ വൗണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ വെരി എക്സ്പെൻസീവ് ആണ് ബിക്കോസ് ഓഫ് ദ requirement of the insulation. Then capacitor potential transformer എന്ന് പറഞ്ഞാൽ it is a combination of capacitor potential divider and a magnetic potential transformer of relatively small ratio. കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ ഡിവൈഡറും ഒരു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആ രണ്ടും കൂടി ഒരു സ്മോൾ വോൾട്ടേജ് റേഷ്യോയുടെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പൊട്ടൻഷ്യൽ ഡിവൈഡർ ഉണ്ട് ആദ്യം, സോ ദാറ്റ് വിൽ ഡിവൈഡ് ദ പൊട്ടൻഷ്യൽ ഇൻ ടു സ്മോൾ വോൾട്ടേജ്, എന്നിട്ട് പിന്നെ എന്താണ് റിലേറ്റീവ്ലി സ്മോൾ റേഷ്യോയുടെ ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും യൂസ് ചെയ്തേക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ വരുന്നത്. The circuit diagram of the capacitor potential transformer is shown in this figure. ഇവിടെ കുറേ സ്റ്റാക്ക് ഓഫ് കപ്പാസിറ്റേഴ്സ് നിങ്ങളുടെ കാണാം. ഒരു C1 എന്ന് പറഞ്ഞിട്ടൊരു 3 എണ്ണം നേരെ വെച്ചിരിക്കുന്നു, then C2 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നു. ആ ഒരു C1 C2 എന്ന് പറഞ്ഞിട്ട് ഈ കപ്പാസിറ്റേഴ്സ് ബാങ്കിനെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. From the potential divider, the capacitors of the 2 sections C1 and C2, and Z എന്ന് പറയുന്നതാണ് ഇവിടെ ബർഡൻ. Z എന്ന് പറയുന്നത് അവിടെ മൊത്തത്തിൽ വരുന്ന ലോഡാണ് ഉദ്ദേശിക്കുന്നത്. Voltage applied to primary of the intermediate transformer is usually 10 kV ഓർഡറിലായിരിക്കും. Both the potential divider and the intermediate transformer have the ratio and insulation requirement which are suitable for economical construction. ഇവിടെ പൊട്ടൻഷ്യൽ ഡിവൈഡറും ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ട്രാൻസ്ഫോമറും ഉണ്ട്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ കപ്പാസിറ്റർ ടൈപ്പ് പൊട്ടൻഷ്യൽ വരുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രൈമറി എന്ന് പറഞ്ഞാൽ 10 kV റേഞ്ചിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കാം, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. ഇൻ്റർമീഡിയറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്
വെരി സ്മോൾ റേഷ്യോ എറർ ആയിരിക്കണം. അതുപോലെ ഫേസ് ആംഗിൾ ഗീവ്സ് എ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് തരുന്ന ഫേസ് ആംഗിൾ ആയിരിക്കണം. അപ്പോൾ ആ ഫേസ് ആംഗിൾ എററും കുറവായിരിക്കണം. സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല V2 is equal to V1 into C1 divided by C1 plus C2. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ വിത്ത് കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ തന്നെയാണ്. നോട്ട് ചെയ്തോളുക. V2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് ഇസ് ഈക്വൽ ടു V1 ഇൻറ്റു C1 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. ദെൻ റേഷ്യോ ആൻഡ് ഫേസ് ആംഗിൾ എറേഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. റേഷ്യോ എററും ഫേസ് ആംഗിൾ എററും നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമറിൽ പഠിച്ചിരുന്നു. അതുപോലെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിലും ഉണ്ട്. ഇപ്പോൾ ഒരു ഐഡിയൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ദ പ്രൈമറി ആൻഡ് ദ സെക്കൻഡറി വോൾട്ടേജ് ഈസ് എക്സാക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൈമറി വോൾട്ടേജ് ആൻഡ് എക്സാക്ട്ലി ഇൻ ഫേസ് ഒപ്പോസിഷൻ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് കാണാം, അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾട്ടേജ് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫേസ് ആണ് ഉദ്ദേശിക്കുന്നത്. എക്സാക്ട് 180 ഡിഗ്രി ആ ഒരു ഫേസ് ഒപ്പോസിഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ദിസ് കനോട്ട് ബി അച്ചീവ്ഡ് പ്രാക്ടിക്കലി ഡ്യൂ ടു ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾട്ടേജ് ഡ്രോപ്പ്. ദസ് ബോത്ത് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ സിസ്റ്റം. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടാകും. വോൾട്ടേജ് റേഷ്യോ എറർ. വോൾട്ടേജ് റേഷ്യോ എറർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ റിഗാർഡിംഗ് ദ മെഷറിംഗ് വോൾട്ടേജ് or measured voltage given by this formula ratio error equal to KT IS minus IP divided by IP. KN അല്ലെ ആ ഒരു K എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ, ഇറ്റ് ഈസ് ദ നോമിനൽ റേഷ്യോ ഓഫ് പ്രൈമറി വോൾട്ടേജ് ആൻഡ് ദ സെക്കൻഡറി വോൾട്ടേജ്. അടുത്ത ഫേസ് ആംഗിൾ എറർ. ഫേസ് ആംഗിൾ എറർ എന്ന് പറഞ്ഞാൽ ദ ഫേസ് ആംഗിൾ എറർ ഈസ് ദ എറർ ബിറ്റ്വീൻ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് വിച്ച് ഈസ് എക്സാക്ട്ലി ഇൻ ഫേസ് ഒപ്പോസിഷൻ വിത്ത് പ്രൈമറി ടെർമിനൽ വോൾട്ടേജ്. ഇവിടെ ഫേസ് ആംഗിൾ എറർ ബിറ്റ്വീൻ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ആൻഡ് ദാറ്റ് ഈസ് ഇൻ എക്സാക്ട് ഫേസ് ഒപ്പോസിഷൻ വിത്ത് പ്രൈമറി ടെർമിനൽ വോൾട്ടേജ്. അങ്ങനെ ആയിരിക്കണം. പക്ഷേ ആ കറക്റ്റ് ഫേസ് ഒപ്പോസിഷൻ വരില്ല. എത്ര എറർ ആംഗിളിൽ വരുന്നു അതാണ് ഫേസ് ആംഗിൾ എറർ. The increase in the number of instruments in the relay connected to the secondary will increase the errors in the potential transformer. അപ്പോൾ ഇതുപോലെ നമ്മുടെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എത്ര ഇൻസ്ട്രുമെൻറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു എറർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദെൻ ലാസ്റ്റ്ലി ബേർഡൻ ഓഫ് എ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ബേർഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏറ്റവും ടോട്ടലായിട്ട് വരുന്ന ആ ഒരു ലോഡാണ്, എക്സ്റ്റേണൽ വോൾട്ട് ആംപിയർ ആണ്. ആ ഒരു VA ആംപിയർ ഓൺ ദ സെക്കൻഡറി അറ്റ് റേറ്റഡ് സെക്കൻഡറി വോൾട്ടേജ്. ഒരു റേറ്റഡ് സെക്കൻഡറി വോൾട്ടേജിൽ ഉണ്ടാവുന്ന വോൾട്ട് ആംപിയർ റേറ്റിംഗ് അതാണ് വരുന്നത്. So the rated burden of a potential transformer is a VA burden which must not be exceeded if the transformer is to operate with the rated accuracy. അപ്പോൾ rated burden നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ rated burdenലാണ് അത് വർക്ക് ചെയ്യാവുള്ളൂ. അതിലും കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ that will affect the accuracy. So the limiting or maximum burden is the greatest VA load at which the potential transformer will operate continuously without overheating its winding beyond the permissible limit. അപ്പോൾ മാക്സിമം ബേർഡൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഹൗ ദ മാക്സിമം ബേർഡൻ ഓർ ലിമിറ്റിംഗ് ബേർഡൻ വാല്യൂ വിൽ ബി വി ആർ ഗെറ്റിംഗ് ദറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് VA ലോഡ് അറ്റ് വിച്ച് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വിൽ ഓപ്പറേറ്റ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ഓവർഹീറ്റിംഗ്. ഓക്കെ, ഓവർഹീറ്റിംഗ് ഓഫ് ദ വൈൻഡിങ്. ദിസ് ബർഡൻ ഈസ് സെവറൽ ടൈംസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റഡ് ബർഡൻ. ആക്ച്വലി ഉള്ള ആ മാക്സിമം ബർഡൻ എന്ന് പറഞ്ഞാൽ ആ ഒരു റേറ്റഡ് ബർഡൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം കൂടുതലായിരിക്കും. സോ അത്രയും മാക്സിമം അതിന് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഒരു വാട്ട് മീറ്റർ, വാട്ട് മീറ്ററിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ 3 phase സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എങ്ങനെയൊക്കെയാണ് 2 വാട്ട് മീറ്റർ മെത്തേഡ്, 3 വാട്ട് മീറ്റർ മെത്തേഡൊക്കെ വരുന്നതെന്ന്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വാട്ട് മീറ്ററിൻ്റെ ഓപ്പറേഷൻ പഠിക്കാം. താങ്ക് യു.